മണിക്കൂറിനുള്ളിൽ സംസ്ഥാനത്ത് അതിശക്തമായ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. The soul of royal art, Kairali Jewelers. ഇന്നുകൂടി കേരളത്തിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നതാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തിരുവനന്തപുരം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കാണ് ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്കും സാധ്യതയുള്ളതിനാൽ തന്നെ മലയോര മേഖലകളിലും താഴ്ന്ന പ്രദേശങ്ങളിലും ജാഗ്രത വേണമെന്നതാണ് നിർദ്ദേശം. അതേസമയം നാളെ മുതൽ സംസ്ഥാനത്തെ ഒരു ജില്ലയിലും മഴ മുന്നറിയിപ്പില്ല എന്നതാണ് ആശ്വാസകരമായ വിവരം. എന്നാൽ ഇപ്പോൾ ഇന്ന് തിരുവോണ നാളിൽ അതിശക്തമായ മഴയാണ് പല ഇടങ്ങളിലും പെയ്തുകൊണ്ടിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ മഴയുടെ ശക്തി കുറയുമെന്നത് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പിന്റെ വിലയിരുത്തൽ. എന്നാൽ മുന്നറിയിപ്പുകൾ മാറ്റാൻ സാധ്യതയുള്ളതിനാൽ തന്നെ ഔദ്യോഗിക കാലാവസ്ഥാ അറിയിപ്പുകൾ ശ്രദ്ധിക്കണമെന്ന് തന്നെ അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മഴ മുന്നറിയിപ്പിനൊപ്പം തന്നെ സംസ്ഥാനത്തെ 3 ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ കള്ളക്കടൽ ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരപ്രദേശങ്ങളിലാണ് ജാഗ്രതാ നിർദ്ദേശമുള്ളത്. തിരുവനന്തപുരം കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയും, കൊല്ലം ആലപ്പാട് മുതൽ ഇടവ വരെയും, ആലപ്പുഴ ചെല്ലാനം മുതൽ അഴീക്കൽ വരെയുമാണ് പ്രത്യേക ജാഗ്രതാ മേഖലകളായി തന്നെ തിരിച്ചിരിക്കുന്നത്. നാളെ പുലർച്ചെ വരെയാണ് കള്ളക്കടൽ പ്രതിഭാസം ഇവിടെ നിലനിൽക്കുന്നത്. ഈ സമയത്ത് തീരപ്രദേശങ്ങളിൽ തിരമാലകൾ ശക്തമാകുവാനും കടൽ പെട്ടെന്ന് തന്നെ അവിടെ പ്രക്ഷുബ്ധമാകുവാനും സാധ്യതയുള്ളതിനാൽ തന്നെ കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങൾ ഇവിടെ പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് തന്നെ അധികൃതർ നിർദ്ദേശിച്ചു. അതേസമയം കാലാവസ്ഥാ വ്യതിയാനവും എൽ നീനോ പ്രതിഭാസവും കാരണം ഇന്ത്യയിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കടുത്ത അനിശ്ചിതത്വത്തിലാണ്. രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ കനത്ത പ്രളയ സമാനമായ സാഹചര്യമുള്ളപ്പോൾ മറ്റ് ചിലയിടങ്ങളിൽ കടുത്ത മഴ കമ്മി നേരിടുകയാണ്. ഡൽഹി അടക്കമുള്ള മെട്രോ നഗരങ്ങളിൽ കനത്ത മഴ പ്രവചിക്കുന്നുണ്ടെങ്കിൽ പോലും പ്രായോഗികമായി മഴ കുറയുകയും അന്തരീക്ഷ താപനില 34 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ തുടരുന്നത് അവിടെ ഇതുവഴി കടുത്ത ഉഷ്ണതരംഗം അനുഭവപ്പെടാനും സാധ്യതയുണ്ട്. അതുമാത്രമല്ല സ്കൈമെറ്റ് നിരീക്ഷണം അതിൽ പറയുന്ന കാര്യങ്ങൾ പ്രമുഖ സ്വകാര്യ കാലാവസ്ഥ ഏജൻസിയാണ് സ്കൈമെറ്റ്. ഇവരുടെ കണക്കനുസരിച്ച് ഓഗസ്റ്റ് മാസത്തിൽ രാജ്യത്ത് 13% മഴ കമ്മി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദങ്ങളുടെ കുറവ് കാരണം ഇത്തവണ മൺസൂൺ സാധാരണയേക്കാൾ 15% നേരത്തെ തന്നെ അവസാനിക്കാൻ സാധ്യതയുണ്ട് എന്നതാണ് സ്കൈമെറ്റ് മെറ്റീരിയോളജി വൈസ് പ്രസിഡന്റ് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുമാത്രമല്ല ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ അനുകൂലമാകുമെന്നും അത് എൽ നീനോയുടെ ആഘാതം കുറയ്ക്കുമെന്നും കരുതിയിരുന്നുവെങ്കിലും നിലവിൽ ഇത് ന്യൂട്രൽ അവസ്ഥയിലേക്ക് മാറിയത് തിരിച്ചടിയായിരിക്കുകയാണ്. തന്മൂലം ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിലെ ശേഷിക്കുന്ന ദിവസങ്ങളിൽ മികച്ച മഴ ലഭ്യമാകാൻ സാധ്യത കുറവാണ് എന്നും ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.